കോട്ടയത്തേക്ക് പോകാം. ഇല്ലിക്കൽ ഭാഗത്ത് നിന്ന് അഖിൽ കെ നമുക്കൊപ്പം തയ്യാറാണ്. ഗുഡ് മോർണിംഗ് അഖിൽ കെ. കോട്ടയത്ത് കഴിഞ്ഞ ദിവസമൊക്കെ വലിയ മഴയായിരുന്നു. ഇന്ന് രാവിലത്തെ സാഹചര്യം എന്താണ്? വെള്ളത്തിലാണോ നിൽപ്പ്? സുജയ, ഇന്നും യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ശക്തമായ മഴ തന്നെയാണ് കോട്ടയം തുടരുന്നത്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം എടുത്തു പറയാനില്ല, എല്ലാ സ്ഥലങ്ങളും വെള്ളക്കെട്ടിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ മുഴുവൻ വെള്ളം കയറി തുടങ്ങി. ആളുകളെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിക്കുന്നു, ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. താഴ്ന്ന പ്രദേശത്തെ പഞ്ചായത്തുകളെല്ലാം തന്നെ 3ഉം 4ഉം ദുരിതാശ്വാസ ക്യാമ്പുകൾ വീതമുണ്ട്. ജില്ലയിലാകെ മൊത്തം 40ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം തന്നെ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഇല്ലിക്കൽ ജംഗ്ഷനിലാണ്. ഇന്ന് ഒരു 3-4 ദിവസമായി ഈ പ്രദേശത്തെ വെള്ളക്കെട്ട്, അത് ഓരോ ദിവസവും വെള്ളക്കെട്ട് ഇങ്ങനെ ഉയർന്ന് വരികയാണ് എന്നുള്ളതാണ്. കുമരകത്തേക്ക് പോകുന്ന കോട്ടയം കുമരകം റോഡിലുള്ളതാണ്. പല പ്രദേശത്തും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നമുക്ക് ഇവിടെ ചില ഓട്ടോ തൊഴിലാളികളെ ചേട്ടന്മാരുണ്ട്. ചേട്ടാ, എങ്ങനെ ഇതിനോട് അങ്ങോട്ട് പോകുന്ന റോഡിലൊക്കെ ഇങ്ങനെ മൊത്തം വെള്ളമാണ്? അധികം വെള്ളമാണ്. 5 ദിവസമായിട്ട് വെള്ളത്തിൽ കിടക്കുക. യാതൊരു രക്ഷയില്ലാതെ നിൽക്കുക. ബസ് ഓട്ടം ചിലപ്പോൾ നിൽക്കാൻ സാധ്യതയുണ്ട്. എത്രത്തോളം വെള്ളമാണ്? 18-ലെ അടുത്ത് വെള്ളം വന്നിട്ടുണ്ട്. 18-ലെ പ്രളയത്തിനോട് അടുത്ത് വന്നിട്ടുണ്ട്. 1/2 അടിയുടെ വ്യത്യാസമുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയ വണ്ടികളൊക്കെ ഇതിനെ പോകുന്നത് ഒരു റിസ്ക് അല്ലേ? റിസ്ക്കാ. കുടുങ്ങുന്നുണ്ടെന്നോ? കുടുങ്ങുന്നുണ്ട്. പല വണ്ടികൾ നിന്ന് പോകുന്നുണ്ട്. ഒരു ഇതൊക്കെ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ എല്ലാം പൊഴിഞ്ഞു പോകുന്ന, വെള്ളം അടിച്ച് ഓളം അടിച്ച് താഴെ പോകുന്നു. മുഴുവൻ വെള്ളമാണ്. ഗവർണർ റൂട്ടിലോട്ട് പോകാൻ വലിയ പാടാണ്. വണ്ടി ഗതാഗതമൊക്കെ ഏകദേശം പകുതി നിന്ന് നിൽക്കുക. അത് തന്നെയാണ് സുജയ. ഇപ്പോൾ ഈ ചെറിയ വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം? അതെ അഖിൽ, ഇപ്പോൾ റെജി മാളയത്ത് തോമസ് പറയുന്നു കോട്ടയം പത്തനംതിട്ട അതിർത്തി മല്ലപ്പള്ളി, കറുകച്ചാൽ, നെടുങ്കുന്നം അവിടെയൊക്കെ കനത്ത മഴയാണ്. അപ്പോൾ കോട്ടയത്ത് വലിയ മഴയും അതോടൊപ്പം തന്നെ വാഹനങ്ങളൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ ഇപ്പോൾ കോട്ടയത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.